എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Emperor energy, 6 of Cups, 5 of Wands, Knight of Cups, 4 of Swords and King of Swords. Emperor 4 of Swords എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ രാജാവാണോ അതോ എന്നുള്ളത്. അത് നിങ്ങൾ ആരാകണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു അവസരം നൽകുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. കാരണം ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആ ഒരു സാഹചര്യത്തെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ, അതിനെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ച് പറയാൻ, നിങ്ങൾ ജോലിയിൽ നിങ്ങളെ ഏത് രീതിയിലാണോ നിങ്ങളോടുള്ള പെരുമാറ്റം, കാര്യങ്ങൾ നിങ്ങൾ എല്ലാം സഹിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു, അതോ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു, അതായത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പ്രതികരിക്കുമോ, അല്ലെങ്കിൽ ഒരു പരിധി എവിടെയാണ് പ്രതികരിക്കേണ്ടത്, എവിടെയാണ് നിശബ്ദരാകേണ്ടത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ നിങ്ങളാണ് നിങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്, അതായത് നിങ്ങൾ ആരാണ് എന്നുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. കാരണം പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന ഒരു മാസമായിരിക്കും ഇത്. പുതിയ ജോലിയാണ് എങ്കിൽ പുതിയ ജോലി ചിലപ്പോൾ പല ആളുകളെ സംബന്ധിച്ച് പുതിയതായിട്ടൊരു ജോലി ലഭിക്കുന്ന മാസമായിരിക്കാം ഈ ഒരു മാസം. പുതിയ ജോലിയിലേക്ക് കയറുമ്പോൾ പുതിയ ജോലിയിൽ നിങ്ങളായിട്ട് നിൽക്കുന്നു, അതായത് നിങ്ങൾ അല്ലെങ്കിൽ ഒരു അടിമയെ പോലെ, അല്ലെങ്കിൽ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മേലധികാരികളെ പ്രീതിപ്പെടുത്താൻ എന്തും പറയുന്നത് എന്തും ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിൽ നിങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്തുകൊണ്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. അതോ നിങ്ങളുടെ നിലനിൽപ്പ് എവിടെയാണ്, നമ്മൾ ടു ഡ്രോ ദ ലൈൻ, എവിടെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. 6 ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ഫാമിലി ലൈഫിൽ, കുടുംബത്തിൽ, ഇപ്പോൾ മക്കളായാലും അച്ഛനമ്മമാരായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും ഒരു ഞാൻ മുകളിൽ നിങ്ങൾ താഴെ എന്നുള്ളൊരു, ആരാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ആർക്കാണ് ഇവിടെ അധികാര സ്ഥാനമുള്ളത് എന്നുള്ളൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് കുടുംബത്തിലാണെങ്കിൽ ഫാമിലിയിൽ ഇന്ന ആൾ ആണ് പറയുന്നത് മറ്റുള്ളവരെല്ലാം കേട്ടോളണം എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്തകളും കാര്യങ്ങളൊക്കെ കുടുംബ അന്തരീക്ഷത്തിന് ദോഷം ചെയ്യുന്നതായിരിക്കും. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സഹകരിച്ച് സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുക എന്ന് പറയുന്നു. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചില ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില ബന്ധങ്ങളിൽ കുറച്ചധികം ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാൾ നിങ്ങളെ ഒരു അടിമയായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ അങ്ങനെ ഒരു ഫീലിങ്ങിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചില ആളുകൾ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ബന്ധമായിരിക്കും, അപ്പോൾ ടോക്സിക് ആയിട്ടുള്ളത്, നാർസിസ്റ്റിക് ആയിട്ടുള്ളൊക്കെ ബന്ധങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് അവർ കുറ്റം ആരോപിക്കുമ്പോൾ, നിങ്ങൾ അവരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് തോന്നുന്നതാണെന്നും, അല്ലെങ്കിൽ തെറ്റ് മുഴുവൻ നിങ്ങളുടേതാണ് എന്ന് നിങ്ങളിലേക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും നിങ്ങളത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റെന്ന് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ആ ബന്ധം നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ, ഇത് ഒത്തിരി നാളായിട്ട് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്.
അങ്ങനെ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. കാരണം ഇവിടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബന്ധം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങളൊരു ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിലാണ് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്ന് നിങ്ങൾക്ക് ചുറ്റും നല്ല സൗഹൃദങ്ങളും സന്തോഷമുള്ള ബന്ധങ്ങളും നിങ്ങളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് ചുറ്റും കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ഡിവോഴ്സ് സിറ്റുവേഷൻ ആകാം ഇത് സൂചിപ്പിക്കുന്നത്. ഡിവോഴ്സ് ശേഷം ഹസ്ബൻഡോ വൈഫോ മാറി കുട്ടികളോടൊപ്പം നിൽക്കുന്ന ഒറ്റയ്ക്കുള്ളൊരു ജീവിതം എന്നുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകും എന്നൊക്കെയുള്ള ചിന്ത കാരണം ഒരു ഡിവോഴ്സിലേക്ക് പോകാതിരിക്കുന്നവർ ഇപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും കുറച്ചുകൂടി ധൈര്യം സംഭരിച്ച് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. 6 ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് സോർട്സ് എനർജിയാണ്. വളരെ നല്ലൊരു സാഹചര്യമാണ്. മുന്നേറ്റം, പ്രമോഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നല്ലൊരു ഹയർ പൊസിഷനിലേക്ക് ജീവിതത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു വലിയ പൊസിഷനിൽ നിങ്ങൾ എത്തിച്ചേരുന്നു എന്നതിൻ്റെ ഒരു തൃപ്തിയും സന്തോഷവും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ അടുത്തിടയ്ക്ക് ജോലിക്ക് കയറിയിട്ടുള്ളവർ, അധികം നാളായിട്ടില്ലാത്തവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്കൊരു ശമ്പള വർധനവോ പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിക്ക് വളരെ നല്ലൊരു പ്രൊജക്റ്റോ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ബോണസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ വരുന്ന മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ജോലിയും സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ അതായത് ശമ്പളവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ലൊരു സമയമാണ്. നല്ല ധന സമ്പത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയിട്ട് പ്രൊമോഷൻ അതുപോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് എന്നുള്ളത്. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി അറിവ് നേടാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ജോലിയിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രത്യേകമായിട്ടൊരു നിങ്ങളൊരു കഴിവ് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന, അതായത് നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം കഴിവുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നൊരു സാഹചര്യം വരുന്നുണ്ട്. അക്കാഡമിക്സിലുള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ പ്രൊഫസേഴ്സ്, റിസർച്ചേഴ്സ്, അതുപോലെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ളവരെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ്. കൂടുതൽ അറിവ് നേടാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന സമയമാണ്. ഇനി നിങ്ങൾ അക്കാഡമിക്സിൽ അല്ലാത്തവരാണെങ്കിൽ കൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും, ലേണിംഗ് ആൻഡ് ഏർണിംഗ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കൂടുതൽ അറിയാനും പഠിക്കാനും കൂടുതൽ സമ്പത്ത് നേടാനുമുള്ള ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ 5 ഓഫ് wands ആൻഡ് 4 ഓഫ് swords എനർജി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ പല കാര്യങ്ങളും ജീവിതത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. അല്ലാതെ പ്രതികരിക്കാതിരിക്കുന്നത്, അധികം പ്രതികരിക്കാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ എന്തും സഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വരും എന്നുള്ളൊരു രീതിയിലേക്കാകാം, അല്ലെങ്കിൽ കാലങ്ങളോളം സഹിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാകാം. അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം. അതെങ്ങനെ പ്രതികരിക്കണം, ശാന്തമായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അത് ഒരാളെ ക്രൂശിക്കുന്ന രീതിയിലല്ലാതെ തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പഠിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. അതേപോലെ തന്നെ എംപറർ എനർജി ആൻഡ് കിങ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കോൺഫിഡൻ്റ് ആണ് എന്നിരിക്കെ പോലും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഒതുക്കി വയ്ക്കും. നിങ്ങൾക്ക് ധൈര്യവും അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടി പറയാനും ചെയ്യാനും ഒക്കെ പറ്റുന്ന സമയമാണെങ്കിൽ കൂടി പലതും നിങ്ങൾ മനസ്സിൽ ഒതുക്കി വയ്ക്കുന്ന ഒരു സമയമാണ്. അത് ഡിലേയ്സ്, ചില കാര്യങ്ങൾ വൈകിപ്പിക്കുന്നുണ്ടാവാം. അത് പറയാനുള്ളത് പറയുക, ആലോചിച്ചിട്ട് വ്യക്തമായിട്ട് പറയാം. ഒന്നും മനസ്സിൽ വെക്കേണ്ടുന്ന കാര്യം അല്ല നിങ്ങൾക്ക്. കാരണം മറ്റൊരാളോട് അവതരിപ്പിക്കാൻ, മറ്റൊരാളെ പറഞ്ഞു ഫലിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് നിങ്ങൾക്കുള്ളത്. മറ്റുള്ളവർക്കൊക്കെ നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും പൊതുവേ ഈ ഒരു മാസം. നിങ്ങളുടെ പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും നിങ്ങളൊരു ആദരവോട് കൂടിയിട്ട് നോക്കുന്ന സമയമാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.